അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ അധികാരത്തിലെത്തിയതു മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭ്രാന്തൻ നടപടികൾ ഇപ്പോൾ ലോകപ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ കൂടി ലക്ഷ്യമിട്ടിരിക്കുകയാണ്. പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഒടുവിൽ ഹാർവാർഡിനുള്ള ഫെഡറൽ ഫണ്ടും ട്രംപ് മരവിപ്പിച്ചിരിക്കുന്നു. എന്താണ് ട്രംപിന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയോട് ഇത്ര ദേഷ്യം? എന്തൊക്കെയായിരുന്നു ട്രംപ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ വെച്ച ഡിമാൻഡുകൾ? ഇതിനോട് ഹാർവാർഡിന്റെ പ്രതികരണം എന്തായിരുന്നു? വിശ്വവിഖ്യാതമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ തകർക്കാൻ ഒരുങ്ങുകയാണോ ഡൊണാൾഡ് ട്രംപ്? നോക്കാം ഫാക്ട് ആൻഡ് ഫോക്കസ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ഭരണത്തിലേറിയതു മുതൽ പലയിടങ്ങളിലായി ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്തുന്നവരെ മുഴുവൻ പുറത്താക്കുന്ന നടപടി നമ്മൾ കാണുകയുണ്ടായി. യൂണിവേഴ്സിറ്റികളിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്യുന്ന നടപടികൾ പോലും ഉണ്ടായി. അമേരിക്കയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ക്യാമ്പസ് ആക്ടിവിസ്റ്റുകൾ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ വ്യാപകമായി നടപ്പാക്കിയിരുന്നു. ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. പല യൂണിവേഴ്സിറ്റികളിലും ഇതിനെതിരെ നടപടിയെടുക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ക്യാമ്പസ് ആക്ടിവിസവും ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളും എല്ലാമാണ് ഹാർവാർഡിലും പ്രശ്നങ്ങളുടെ തുടക്കം കുറിച്ചത്. ട്രംപിന്റെ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ട്രംപിന്റെ നടപടിക്ക് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത്. യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ, ഫാക്കൽറ്റികളുടെ ഹയറിംഗ്, മറ്റു വിവിധങ്ങളായ ഇനിഷ്യേറ്റീവുകൾ അടക്കമുള്ള എല്ലാ പോളിസികളിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മാറ്റം വരുത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്യാമ്പസിൽ ആന്റി സെമിറ്റിസം വളരുന്നുണ്ടത്രേ. അതുകൊണ്ട് പോളിസികളെല്ലാം മാറ്റണമെന്ന് ട്രംപിന്റെ ആവശ്യം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റഡി ബോഡിയിലും ഫാക്കൽറ്റിയിലും മറ്റു ലീഡർഷിപ്പിലുമെല്ലാം ഗവൺമെന്റിന്റെ ഓഡിറ്റ് കൊണ്ടുവരണമെന്നും ഡിമാൻഡിൽ പറയുന്നു. അതോടൊപ്പം യൂണിവേഴ്സിറ്റിയിൽ നിലവിലുള്ള ചില സ്റ്റുഡൻസ് ക്ലബ്ബുകൾ നിർത്തലാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യപ്പെട്ട ഡിമാൻഡുകളുടെ കൂട്ടത്തിലുണ്ട്. അതോടൊപ്പം തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡായി മറ്റു പല ഡിമാൻഡുകളും ഗവൺമെന്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുകയുണ്ടായി. മാസ്കുകൾ നിരോധിക്കണമെന്ന് പോലും ആ ഡിമാൻഡുകളുടെ കൂട്ടത്തിലുണ്ട്. അമേരിക്കയിൽ പ്രക്ഷോഭകരുടെ ഇഷ്ടവസ്തുവാണ് മാസ്ക്. പ്രക്ഷോഭകാരികൾ മാസ്ക് ഉപയോഗിച്ച് പ്രക്ഷോഭം നടത്തുന്നത് കൊണ്ട് തന്നെ മാസ്ക് ഒരു പ്രക്ഷോഭ വസ്തുവായി അമേരിക്കയിൽ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിൽ നിലവിലുണ്ട്. ഗവൺമെന്റിന് വേണ്ടത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റികളിലെ ഫാക്കൽറ്റികളുടെ പവർ പരമാവധി കുറക്കുകയാണ്. മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷനും മറ്റു നിയമനങ്ങളും നടത്തണമെന്നാണ് മറ്റൊരാവശ്യം. യൂണിവേഴ്സിറ്റിയുടെ ഇതുവരെയുള്ള മുഴുവൻ ഡാറ്റയും സർക്കാരിന് കിട്ടണം. അത് സർക്കാരിന് ഓഡിറ്റ് ചെയ്യണം. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ എടുക്കുന്ന കാര്യത്തിൽ സ്ക്രീനിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും പോളിസികൾ ചേഞ്ച് ചെയ്യണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വിശ്വവിഖ്യാതമായ യൂണിവേഴ്സിറ്റിയാണ്. 300 വർഷത്തിലധികമായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നിലനിന്നു വരുന്നു. അമേരിക്കയിലെ ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റിയിലൊന്ന്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ യൂണിവേഴ്സിറ്റി എന്നും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ വിശേഷിപ്പിക്കാറുണ്ട്. ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ഗവേഷകർ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഇടം, അനേകം വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും ഇഷ്ട സർവകലാശാല. മറ്റൊരു പ്രത്യേകത ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പുലർത്തിപ്പോരുന്ന ഡൈവേഴ്സിറ്റിയിൽ അധിഷ്ഠിതമായ വ്യൂ പോയിന്റ് ആണ്. ഈ ഡൈവേഴ്സിറ്റി പോളിസിയിലും മാറ്റങ്ങൾ വേണമെന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് അന്തരീക്ഷത്തിൽ ആന്റി സെമിറ്റിസം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പ്രോഗ്രാമുകളും ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടത്രേ. ആന്റി സെമിറ്റിസം പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ഡിപ്പാർട്ട്മെന്റുകളും നിർത്തലാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ ഡിമാൻഡ് കിട്ടിയതോടെ മറുപടി നൽകാനായി ദിവസങ്ങളോളം ഹാർവാർഡിലെ ലീഡേഴ്സ് ചേർന്ന് ചർച്ചകൾ നടത്തി. യൂണിവേഴ്സിറ്റിയുടെ 388 വർഷത്തെ പാരമ്പര്യത്തെയും സ്വാതന്ത്ര്യത്തെയും യൂണിവേഴ്സിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ ദൗത്യത്തെയും ഭീഷണിപ്പെടുത്തുന്ന നടപടിയാണ് അമേരിക്കൻ ഭരണകൂടം ചെയ്യുന്നത് എന്ന തീരുമാനമാണ് ആ മീറ്റിംഗിൽ ഉടലെടുത്തത്. 72 മണിക്കൂറുകൾക്ക് ശേഷം, ഗവൺമെന്റ് ഡിമാൻഡ് നൽകിയ 72 മണിക്കൂറുകൾക്ക് ശേഷം ഹാർവാർഡ് അമേരിക്കൻ സർക്കാരിനോട് വലിയ നോ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തൊടാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അധികാരത്തിലെത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തൊടാൻ തുടങ്ങിയത് മുതൽ കേട്ട ഏറ്റവും ധീരമായ പ്രഖ്യാപനമാണ് ഹാർവാർഡ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഹാർവാർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അലൻ എം ഗാർബറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സർവകലാശാലയുടെ അക്കാദമിക് പോളിസികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ സർക്കാരിനെ അനുവദിക്കില്ല. ഏതു പാർട്ടികളായാലും സർവകലാശാലകൾ എന്തു പഠിപ്പിക്കണമെന്നത് നിയന്ത്രിക്കാൻ ഗവൺമെന്റിനെ സമ്മതിക്കില്ല. ഇതൊരു ധീരമായ പ്രഖ്യാപനമായിരുന്നു. ഇതോടുകൂടി ട്രംപ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കെതിരെ പ്രതികാര നടപടി ആരംഭിച്ചു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കേണ്ട $2.2 ബില്യൺ ഫെഡറൽ ഫണ്ട് ട്രംപ് മരവിപ്പിച്ചു കളഞ്ഞു. അതുമാത്രമല്ല,
ഹാർവർഡ് അഫിലിയേറ്റഡ് ഹോസ്പിറ്റലിലേക്കുള്ള ഫണ്ടിംഗ് ഉണ്ടായിരുന്നു. അതുൾപ്പെടെ $7 ബില്യൺ ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ഇടതു ചായ്വുണ്ടെന്ന് കോൺസർവേറ്റീവുകൾ ആരോപിക്കുന്ന എലൈറ്റ് യൂണിവേഴ്സിറ്റികളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് ഫണ്ട് നിർത്തലാക്കാൻ ട്രംപ് തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ ഹാർവർഡിന് നിലവിലുള്ള ടാക്സ് എക്സംപ്റ്റ് സ്റ്റാറ്റസ് ഒഴിവാക്കുമെന്നും ഭീഷണി ഉയർത്തി. ഇനി സ്വകാര്യ സർവകലാശാലയായ ഹാർവർഡിനും ചിലപ്പോൾ നികുതി നൽകേണ്ടി വന്നേക്കാം. ലോകത്തിലെ റിച്ചസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് ഹാർവർഡ് യൂണിവേഴ്സിറ്റി. 53 ബില്യൺ എൻഡോവ്മെന്റ്സ് ഈ വർഷം മാത്രം ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ ആസ്തിയുണ്ട്. മറ്റനേകം സ്വത്തുക്കളുണ്ട്, സമ്പാദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ഫ്രീസ് ചെയ്ത ഫെഡറൽ ഫണ്ട് $2.2 ബില്യൺ ഒരുപക്ഷെ ഹാർവർഡിനെ അടുത്തൊന്നും ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഫെഡറൽ ഫണ്ട് ദീർഘനാൾ കിട്ടാതായാൽ ലാബുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, ക്ലാസ് റൂമുകൾ, മറ്റനേകം ലോങ് ടേം പ്രൊജക്റ്റുകൾ ഇതിനെയെല്ലാം ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത്രയധികം സാമ്പത്തിക നഷ്ടങ്ങൾ മുന്നിൽ കാണുമ്പോഴും ഹാർവർഡ് അധികാരികൾ പക്ഷേ പ്രിഫർ ചെയ്തത് ഹാർവർഡിൻ്റെ റെപ്യൂട്ടേഷനെയാണ്. ഹാർവർഡിന് വേണ്ട അക്കാദമിക് ഇൻഡിപെൻഡൻസ് ആണ്, ഹാർവർഡിൻ്റെ ലെഗസിയാണ്. ഇതാണ് ഹാർവർഡ് അധികാരികളുടെ പ്രിഫറൻസ്. ട്രംപിന് വേണ്ടത് ക്യാമ്പസുകളിൽ നിന്നും ഉയർന്നു വരുന്ന ആൻറ്റിസെമിറ്റിസം മായ്ച്ചു കളയലാണ്. വിദ്യാർത്ഥികളിൽ നിന്നും ഗവേഷകരിൽ നിന്നും ഉയർന്നു വരുന്ന ആശയ പോരാട്ടങ്ങൾ ഇല്ലാതാക്കലാണ്. പലസ്തീൻ അനുകൂല പോരാട്ടങ്ങൾക്ക് പേരുകേട്ട ഇടങ്ങളാണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികൾ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികളോട്, പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, അവിടെ നടക്കുന്ന ഗവേഷണങ്ങളോട് ട്രംപിന് വല്ലാത്ത കലിയുണ്ട്. ട്രംപുമായി പരമാവധി മിതമായ ഭാഷയിലായിരുന്നു ഇതുവരെ ഹാർവർഡ് നിലനിന്നിരുന്നത്. പലപ്പോഴും ട്രംപിനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം പോലും ഹാർവർഡ് യൂണിവേഴ്സിറ്റി നേരിട്ടിരുന്നു. ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം ഹാർവർഡ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഈ ആരോപണത്തിന് കാരണം. സെന്റർ ഫോർ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസിലെ 2 പേരെ ഹാർവർഡ് യൂണിവേഴ്സിറ്റി പുറത്താക്കിയിരുന്നു. ആന്റിസെമിറ്റിസം എന്ന വാക്കിന് സ്ട്രിക്റ്റ് ഡെഫിനിഷനാണ് പിന്നീട് ഹാർവർഡ് യൂണിവേഴ്സിറ്റി നൽകിയത്. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയും ഒരു പലസ്തീൻ യൂണിവേഴ്സിറ്റിയുമായി ഉണ്ടായിരുന്ന പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കുക പോലും ട്രംപിന്റെ അധികാരശേഷം ഹാർവർഡ് യൂണിവേഴ്സിറ്റി ചെയ്തിരുന്നു. റിസർച്ച് ഫണ്ടിംഗ് ഫോർമുലയുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് ചില യൂണിവേഴ്സിറ്റികളെ കോടതി കയറ്റിയ സമയത്ത് ഹാർവർഡിനെ ട്രംപ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചായിരുന്നു ഇതുവരെ ട്രംപും ഹാർവർഡും മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ പരസ്യമായ പോരാട്ടത്തിന് ഹാർവർഡ് ഒരുങ്ങുകയാണ്. ട്രംപിന്റെ നടപടികൾ അതിരുവിടുന്നുവെന്ന് ഹാർവർഡിനും മനസ്സിലായിരിക്കുന്നു. ഹാർവർഡ് പ്രസിഡന്റ് അലൻ ബെർബർ 12 വാക്കുകളിലാണ് ഹാർവർഡിന്റെ സ്റ്റാൻഡ് ചുരുക്കി വിവരിച്ചത്. The university will not surrender its independence or relinquish its constitutional rights. ഈ സർവകലാശാല തങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ അവകാശങ്ങളും ഒരിക്കലും തീരെഴുതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെ. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രത്തിൽ തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധാനന്തരം സർക്കാരും സർവകലാശാലകളും തമ്മിലുണ്ടാകുന്ന ബന്ധത്തിൽ ആദ്യമായി ഉലച്ചിലുണ്ടാകുന്നു. അമേരിക്കയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ആശങ്കകളുടെ കാർമേഘമാണ് ഈ പോരാട്ടത്തോടുകൂടി ഉരുണ്ടുകൂടിയിരിക്കുന്നത്. ഹാർവാർഡിൽ തന്നെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് കൂടിയായിട്ടുള്ള സ്റ്റീവൻ ലെവിസ്കി ഈ പോരാട്ടത്തെ ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത്: ഹാർവാർഡ് പോരാട്ടത്തിനുള്ള സമയമാണിതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോറിറ്റേറിയനിസത്തെക്കുറിച്ച്, ഡെമോക്രസിയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിദ്യാർത്ഥികൾ കരഘോഷങ്ങളോടുകൂടിയാണ് സ്വീകരിച്ചത്. ഏകാധിപതികൾ എല്ലാ കാലത്തും വിദ്യാഭ്യാസത്തെ ഭയന്നിട്ടുണ്ട്, വിദ്യാർത്ഥികളെ ഭയന്നിട്ടുണ്ട്, ഗവേഷണങ്ങളെ ഭയന്നിട്ടുണ്ട്, വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പണം കാട്ടി പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിലുടനീളം എല്ലാ ഏകാധിപതികളെയും വിദ്യാർത്ഥികൾ അവരുടെ അറിവ് കൊണ്ട് അതിജയിച്ചിട്ടുണ്ട്. അമേരിക്കയിലും ഹാർവാർഡിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.